ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടല്ലോ എന്താ കറി വെക്കാൻ കിട്ടിയതെന്നുള്ളത്. ഇതൊക്കെ മുറിച്ച് റെഡിയാക്കട്ടെ കേട്ടോ. മാങ്ങാണ് നമ്മളെ മരത്തുമൊന്നും പറിച്ചതാണ്. ഒക്കെ നല്ലോണം ചെത്തിയത്, അതേപോലെ തോല് ഇങ്ങനെ ചെത്തിയെടുക്കാണ്ട് മുറിച്ചിട്ടതിൻ്റെ ശേഷം ഓർമ്മയായത്. നമ്മളിതിട്ട മാങ്ങ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇതിലിതാ തേങ്ങ, ഉള്ളി, മഞ്ഞൾ, മുളകും പൊടി, ഉപ്പ്, നല്ല പെരുംജീരകം, ലേശം ഉലുവപ്പൊടി ഇട്ടുകൊണ്ട് ആട്ടിയ തേങ്ങ ആണ് ഇട്ടത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ലേശം കൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ചുടുവെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കിത് കത്തിക്കണം. കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കീറിയിടുക. എന്നിട്ട് ഇത് അടിച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവട്ടെ. ഇതൊന്ന് വേവട്ടെ. എന്തിട്ടെ പച്ചിൻ്റെ ഇട്ടാൽ നല്ലോണം ഒന്നും കൂടെ തിളച്ച് വേവട്ടെ. ആ മാങ്ങ ഒന്ന് വെന്തിട്ടണല്ലോ. മാന്ത വെക്കാനാണ്. മാന്തക്ക് പിന്നെ അധികം വലിയൊന്നും അല്ല, വേവൊന്നും ഇല്ലല്ലോ മക്കളെ. ഇതെല്ലാം തിളച്ച് വേവട്ടെ, മാങ്ങ വേവട്ടെ കേട്ടാ. പതച്ചു നമ്മളെ പാത്രത്തുമ്മലൊക്കെ ആയി മക്കളെ. ഞാൻ കൈ വൃത്തിയാക്കണം. കുറച്ചൊന്ന് നോട്ടം തെറ്റിപ്പോയി. തൂക്കാഞ്ഞത് ഭാഗ്യം. ഇഷ്ടമില്ല ചട്ടീൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ പതച്ചിട്ടാവണത്. ചട്ടി വൃത്തി വേണം കറി വെക്കുമ്പോൾ. ഇങ്ങനെ ഇതൊക്കെ ഇതാ നോക്കട്ടെ, പുളിയൊക്കെ ഉണ്ടോ. മാങ്ങ വെന്തിക്കുന്നോ നോക്കട്ടെ. മാങ്ങ വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതാ ലേശം കരിവേപ്പിലിട്ട് കൊടുക്കാം. കരിവേപ്പിലിട്ട് കൊടുത്ത് ഈ മാന്ത കഴുകി വെച്ച മാന്ത ഇതിലിടുക. ഈ മാന്ത ഇതിലിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കുക. അത് ചെറിയൊരു തിളയും കൂടെ വന്നാൽ നമുക്കിത് ഓഫാക്കാം. എന്നിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. മാന്തക്ക് അത്രയല്ലേ വേവുള്ളൂ. നല്ല തിളച്ച് വെന്ത് നല്ല മാങ്ങൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. ബിസ്മില്ലാഹിർ. നമുക്കിത് ചട്ടി വെച്ച് ഇതൊന്ന് ചൂടായിട്ട് എണ്ണ വെച്ചിട്ട് കുറച്ച് ഉപ്പേരിയും കൂടെ വെക്കാണ്ട്. ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ദിവസം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് ഇത് നടു എന്താക്കാറ് പൊന്തിക്കുന്നതിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എണ്ണ 4 ഭാഗം പോകും, കടുക്ക് പൊട്ടൂല. ഇതിലേക്ക് ഞാനിതാ വെണ്ടക്ക മുറിച്ചിട്ട് ഉള്ളി, പച്ചമുളക്, ഉപ്പ് ഇട്ടതാണ്. ഇത് വെള്ളം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കാൻ പാത്രം ഇട്ടുണ്ട്. ഇതിൻ്റെ അടിയൊക്കെ വര വീണാൽ പേടിയാണ്. അതുകൊണ്ടാണ് പുതിയ പാത്രം അങ്ങനെ കണ്ടല്ലോ മക്കൾ കൊടുത്തായിട്ട്. ഇനിയിപ്പോൾ വെണ്ടക്ക അതിൽ കിടന്നിട്ട് ഇങ്ങനെ ഒന്ന് വേവട്ടെ. മൂടി ഇട്ടെടുത്തിട്ടുണ്ട്. വെണ്ടക്ക വേവട്ടെ. അതിൻ്റെ മൂടി അതിന് മൂടി ഒന്ന് ചെറുങ്ങനെ കിടന്ന് വേവട്ടെ. മൂടിയിട്ടേക്കൊണ്ട് ഇത്തന്നെ അമർന്ന് വണ്ടേക്കൊണ്ട് വെള്ളം വീട്ടന്നെ കഞ്ഞി വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ നല്ലോണം വേവട്ടോ. വേറെന്താ വിശേഷമില്ലാത്ത സുഖമായിരിക്കട്ടെ. സുഖവും സമ്മാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ മക്കളെ. നിങ്ങളൊക്കെ പറഞ്ഞ മാതിരി എൻ്റെ ഒപ്പിൽ അള്ളാഹാനോട് ദുആ ചെയ്യുന്നുണ്ട്. ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരും ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ.
സന്താനങ്ങളില്ലാത്തവർക്കൊക്കെ സന്താനങ്ങളാവട്ടെ, വീടില്ലാത്തവർക്കൊക്കെ വീടാവട്ടെ മക്കളെ. അത് ഞാൻ ചോദിച്ചിൽ അള്ളാഹിനോട് തോർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ തോർക്കുക, അള്ളാഹ് ദുആ സ്വീകരിക്കട്ടെ. ഒന്നും കൂടെ വേട്ടെ കേട്ടോ. കേട്ടോ അത് വെന്ത് ലാസ്റ്റ് അടുപ്പത്ത് നിൽക്കുന്നത് ഈ ഒഴിക്കിനൊക്കെ എടുക്കാൻ മറന്നു ഇതേനും മക്കളെ. കണ്ട നല്ലോണം വെന്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.